ഇപ്പൊ നമ്മുടെ വയനാട് പെരിക്കല്ലൂര് ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ലാസ്റ്റ് സ്റ്റോപ്പാണ്. പുൽപ്പള്ളിക്കടുത്താണ് പെരിക്കല്ലൂര്. നമ്മുടെ കേരള കർണാടക ബോർഡറിലെ സ്ഥലം. ഇവിടെയാണ് നമ്മുടെ കബനി നദി ഉള്ളത് കേട്ടോ. കേരള കർണാടക ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന കബനി നദി. അപ്പോൾ ആ ഒരു സ്റ്റാൻഡിലൊക്കെ ഇറങ്ങി നമ്മൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെ കാണുന്ന ഒന്നാമത്തെ ഒരു ചെറിയ കടവാണ് കേട്ടോ ഇത്. മെയിൻ കടവല്ല, ഒരു മുമ്പായിട്ട് ചെറിയൊരു കടവുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു കടവ്. അക്കരെ കാണുന്നതാണ് നമ്മുടെ കർണാടക. അപ്പോൾ ഈ സ്ഥലത്തിന് പൊതുവേ പറയുന്നത് ബൈരക്കുപ്പ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വഞ്ചി കയറി ഒരു സ്ഥലത്തോട്ട് പോകാം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 10 രൂപ. 20 രൂപ ഇട്ടെങ്കിൽ ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമായിട്ട് പോയിട്ട് വരാം. ഇതേ കാണുന്നതാണ് നമ്മുടെ കർണാടക തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവിടെ ഒരു ചെറിയ ഗ്രാമമാണ് കേട്ടോ ഉള്ളത്. ഇവിടെ എപ്പോഴും ആളനക്കമുള്ള സ്ഥലം തന്നെയാണ്. കുട്ടികളും ജോലിക്കാരും യാത്രക്കാരും പിന്നെ വിനോദസഞ്ചാരികളും അങ്ങനെ ഒരുപാട് പേര് എപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം തന്നെയാണ് നമ്മുടെ ബൈരക്കുപ്പ. അപ്പോൾ ഇവിടെ നമ്മൾ പെരിക്കല്ലൂരിൽ നിന്നാണ് ഇപ്പോൾ നോക്കുന്നത്. അക്കരെ ദാ കർണാടക ഒരു മൈസൂർ കാട് തുടങ്ങുന്നതിന് മുമ്പൊക്കെ ഉള്ള ഒരു സ്ഥലമാണത്. അപ്പോൾ കബനി നദി കൂടെ നമ്മൾ അക്കരെ കർണാടകയിലോട്ട് പോവാണ് കേട്ടോ. പിന്നെ ഈ തോണിയും കടവൊക്കെ നമുക്ക് സിനിമയെ കണ്ടൊരു പരിചയം കൂടിയുണ്ട്. മിന്നൽ മുരളി ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. കുറുക്കമൂല സെറ്റിട്ട സ്ഥലം ഇവിടെ തന്നെയാണ്, ബൈരക്കുപ്പയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കർണാടകയിൽ എത്തിയിട്ടുണ്ട്. ദാ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ പെരിക്കല്ലൂര്. ഇവിടെ നിന്ന് തന്നെയാണ് ഒരുപാട് പേര് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളൊക്കെ അടുത്തുള്ളവരൊക്കെ ഈ വഴിയാണ് ബാംഗ്ലൂർ മൈസൂരിലോട്ട് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് കയറുമ്പോൾ ഒരു കുഞ്ഞു ഗ്രാമമാണ് കേട്ടോ. ഒരു സ്കൂളുണ്ട് അവിടെ. പിന്നെ ഇവിടെ നിറച്ചും പഴയ രീതിയിലുള്ള വീടുകളും ഒരു കുഞ്ഞു ക്ഷേത്രമുണ്ട്, നന്ദിദേവന്റെ ക്ഷേത്രമാണ്. ഇവിടെയാണ് മൂരിയപ്പം നടക്കുന്നത് കേട്ടോ. കാളക്കുട്ടന്മാരുടെ ഓട്ടം, അങ്ങനെ കുറേ ആചാരങ്ങളും ഒരു വലിയൊരു ഫെസ്റ്റിവൽ തന്നെയാണത്. ചെടികളൊക്കെ പിന്നിട്ട പോലത്തെ പണ്ടത്തെ വേലിക്കെട്ടാണ്. കോൺക്രീറ്റ് മതിലുകളൊന്നും ഇവിടെ സ്കൂളിന്റെ അല്ലാതെ വേറെ ഒന്നും കാണാനേ സാധിക്കില്ല. പഴയ രീതിയിലുള്ള നല്ല രസമുള്ള ഒരു കുഞ്ഞു ഗ്രാമം. അപ്പോൾ അതാണ് നമ്മുടെ വൈരക്കുപ്പ. ഒരു ചെറിയ ഗ്രാമമാണ്. മൈസൂർക്കാട് തുടങ്ങുന്നതിന് മുമ്പുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ തിരിച്ച് നമ്മൾ പെരിക്കല്ലൂരിലോട്ട് പോവാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് 100 150 തോന്നുന്നു. അത്രയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ കബനി നദിയുടെ കുറച്ച് അങ്ങോട്ടേക്ക് ദൂരെ നമുക്ക് പോയി കാണാനൊക്കെ ആയിട്ട് സാധിക്കും. ആ വശത്തേക്കൂടെയൊക്കെ നമുക്ക് പോകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ദാ ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ള ഇല്ലിക്കാട്, മുള അങ്ങനെയൊക്കെ കാണാനുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ആ കാണുന്നൊരു വലിയൊരു വയലിന്റെ വ്യൂ പോയിന്റ് ആണ്. പക്ഷേ ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല പച്ചപ്പിൽ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞുകൊണ്ട് പച്ചപ്പ് കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പെരിക്കല്ലൂർ ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബസ് വരും.